Flite Hub. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫ്ലൈറ്റ് ഹബിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു എക്സ്പെരിമെൻറ്റ് വീഡിയോ ആണ് ചെയ്യുന്നത്. അതായത് പെട്രോളിൽ നിന്ന് എങ്ങനെ ഗ്യാസ് ഉണ്ടാക്കാം എന്നുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ആണ്. അപ്പം ഇത് പിള്ളേരാരും ട്രൈ ചെയ്യരുത്, കാരണം ഇത് പെട്രോൾ ആയതുകൊണ്ട് തന്നെ വളരെ അപകട സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് പിള്ളേർ ഒരിക്കലും ഇത് ട്രൈ ചെയ്യരുത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഏതായാലും നേരെ വീട്ടിലിട്ട് പോകാം. ഫ്രണ്ട്സ്, ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ 2 പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ വേണം. രണ്ടാമത് നമുക്ക് വേണ്ടത് ഇതുപോലൊരു ട്യൂബാണ്. മൂന്നാമത് നമുക്ക് ഇതുപോലെ 4 പീസ് റീഫില്ലർ ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കുപ്പിയുടെ അടപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ട് 2 ഊട്ട ഇട്ട് കൊടുക്കണം. ഇതുപോലെ നമ്മളിപ്പം 2 അടപ്പുകൾക്കും അതുപോലെ ഊട്ട ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച റീഫില്ലർ ഈ ക്യാപ്പിൻ്റെ ഈ 2 ഊട്ടയിലോട്ട് ഇതുപോലെ കയറ്റി വെക്കണം. നമ്മളിപ്പം 2 അടപ്പുകളും റീഫില്ലർ കയറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കുറച്ച് ഗ്ലൂ ഒഴിച്ച് അത് കറക്റ്റായിട്ട് എയർ ടൈറ്റ് ആക്കി കൊടുക്കണം. ഇനി നമുക്ക് നേരത്തെ കാണിച്ച ട്യൂബിൽ നിന്നും 2 പീസ് കട്ട് ചെയ്തെടുത്ത് ഇതേപോലെ ഓരോ റീഫില്ലറിൻ്റെയും ഓരോ അറ്റത്തേക്കും കയറ്റി വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് അതിൽ ഒരു ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ആ അടപ്പ് ഇതുപോലെ ഇട്ട് ടൈറ്റ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് അടുത്ത ബോട്ടിൽ പെട്രോളാണ് നിറക്കേണ്ടത്. ഫുള്ളായിട്ട് നിറക്കേണ്ട, കുറച്ച് നിറച്ച ശേഷം നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ടാപ്പ് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പം 2 ബോട്ടിലും വെള്ളവും പെട്രോളും നിറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതുപോലൊരു പ്ലാസ്റ്റിക്കിൻ്റെ പീസ് എടുത്തിട്ട് അതിലോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് 2 കുപ്പികളും ഇതിലോട്ട് ഒട്ടിച്ച് വെക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പികൾ മറിഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ചെറിയൊരു ട്യൂബ് ഉപയോഗിച്ച് ഇതുപോലെ കുപ്പികളെ 2ഉം തമ്മിൽ ബന്ധിപ്പിച്ച് കൊടുക്കണം. നേരത്തെ നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ച 2 റീഫില്ലറിൻ്റെ 2 ഭാഗത്തേക്കും ഈ ട്യൂബ് കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ബാക്കി 2 നിൽക്കുന്ന റീഫില്ലറിൻ്റെ അറ്റത്തേക്കും 2 നീളത്തിലെ ട്യൂബുകൾ കണക്ട് ചെയ്ത് കൊടുക്കണം. ഒന്ന് പെട്രോളിൻ്റെ ഭാഗത്തേക്കും ഒന്ന് വെള്ളത്തിൻ്റെ ഭാഗത്തേക്കും. ഇനി നമുക്ക് വെള്ളത്തിൻ്റെ ആ ഭാഗത്തെ ട്യൂബിലോട്ട് ഇതുപോലൊരു നീഡിൽ, അതായത് ഒരു സൂചി നമുക്ക് കണക്ട് ചെയ്ത് വെക്കണം. ഇവിടെയാണ് നമ്മുടെ പെട്രോള് ഗ്യാസ് ഫോമിലോട്ടായിട്ട് ഇതുവഴിയാണ് കടന്നു വരുന്നത്. ഇനി നമുക്ക് ആ പെട്രോളിൻ്റെ ആ ഭാഗത്ത് ആ ട്യൂബിലോട്ടൊന്ന് ഊതി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം കുമിളകൾ വരുന്ന കാണാം. അതായത് പെട്രോളിനെ ഗ്യാസ് ഫോമിലോട്ട് ആക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെള്ളത്തിലുള്ള ഫിൽട്ടർ ചെയ്താണ് വരുന്നത്. ഇനി നമുക്കൊരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ട് അതിലോട്ട് ഊതുവാണെങ്കിൽ ആ സിറിഞ്ചിൻ്റെ നീഡിലിൻ്റെ അവിടെ നിന്ന് വളരെ ഫോഴ്സിൽ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മൾ എന്തോരം ശക്തിയിൽ ഊതുന്നു അത്രയും പവറിൽ തന്നെ ആ സിറിഞ്ചിൻ്റെ നീഡിലൂടെ ഗ്യാസ് പുറത്തോട്ട് വരും. അതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, പവർ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്നത്. ഫ്രണ്ട്സ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. തുടർന്നും ഈ ചാനലിലെ വീഡിയോസൊക്കെ കയറി കാണണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.